നിങ്ങളുടെ കുട്ടികളുടെ തുടർച്ചയായിട്ടുള്ള യൂട്യൂബ് ഉപയോഗം നിങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? അവരെ യൂട്യൂബിന്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് തിരിച്ചുവിടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ദിസ് ഈസ് പോസിറ്റീവ് ഇന്റർനെറ്റിംഗ് ആൻഡ് ഐ ആം അനീസ് പൂവത്തി. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഉപകാരങ്ങളുള്ള വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്നുള്ളത്. അതേസമയം ഉപകാരത്തിന്റെ കൂടെ തന്നെ ചില ഉപദ്രവങ്ങളും ചില നെഗറ്റീവ് സൈഡുകളും അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സൈഡുകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാതിരിക്കുക, അവരതിൻ്റെ കൺസ്ട്രക്റ്റീവ് ഉപയോഗങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂട്യൂബിൻ്റെ ഒരുപാട് ഉപകാരവും ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാവുന്നതുമായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് വീഡിയോ റെക്കമെൻഡേഷൻ എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ കുട്ടി ചിലപ്പോൾ ഒരു കാർട്ടൂണോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ സീരീസോ കാണുകയായിരിക്കും. അതിൻ്റെ കൂടെയായിരിക്കും ആ കുട്ടി കാണാൻ പാടില്ലാത്തതായ വീഡിയോകൾ സൈഡിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് യൂട്യൂബ് കിഡ്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. കുട്ടികൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ അവരോട് ഈ ആപ്ലിക്കേഷൻ വഴി യൂട്യൂബിൽ പ്രവേശിക്കാൻ പറയുക. അങ്ങനെയെങ്കിൽ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വീഡിയോകൾ മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായി ഫാമിലി അക്കൗണ്ട് സിസ്റ്റം എന്നുള്ള സിസ്റ്റം ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ, അതായത് പാരന്റിന്റെ ഒരു മെയിൽ ഐ ഡിയിൽ തന്നെ അല്ലെങ്കിൽ ഫാമിലിക്ക് ജനറൽ ആയിട്ട് ഒരു മെയിൽ ഐ ഡി സൃഷ്ടിക്കുകയും ആ മെയിൽ ഐ ഡിയിൽ എല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എല്ലാവരുടെയും യൂട്യൂബ് ഉപയോഗങ്ങൾ നമുക്ക് പരസ്പരം താരതമ്യം ചെയ്യാൻ സാധിക്കും. മൂന്നാമതായി യൂട്യൂബ് തന്നെ ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റെസ്ട്രിക്റ്റഡ് മോഡ് അല്ലെങ്കിൽ സേഫ്റ്റി മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യൂട്യൂബ് കാണുന്നത് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ എങ്ങനെയാണ് സേഫ്റ്റി മോഡ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി യൂട്യൂബ് തുറക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വലതുവശത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഐക്കൺ, അതായത് അക്കൗണ്ട് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് മോഡ് ഓഫ് എന്നുള്ളത് കാണാം. ഇതിന്റെ നേരെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ആക്കുന്നതിലൂടെ നിങ്ങൾക്ക് യൂട്യൂബിലെ പരമാവധി മാച്വർ കണ്ടന്റ് അല്ലെങ്കിൽ അഡൽട്ട് കണ്ടന്റ് ബ്ലോക്ക് ചെയ്യാമെന്നുള്ളത്. ആക്ടിവേറ്റ് റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടിൽ, നിങ്ങളുടെ കുട്ടി ഉപയോഗിക്കുന്ന യൂട്യൂബ് അക്കൗണ്ടിൽ റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. വലതുവശത്തെ ഐക്കൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കാം. റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ഇനി നിങ്ങൾ യൂട്യൂബ് കാണുന്നത്, നിങ്ങളുടെ കുട്ടി യൂട്യൂബ് ഉപയോഗിക്കുന്നത് ഫോണിലാണ്, ആൻഡ്രോയിഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലാണെങ്കിൽ എങ്ങനെയാണ് റെസ്ട്രിക്റ്റഡ് മോഡ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങളെ മൊബൈൽ ഫോണിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വലതുവശത്ത് ഏറ്റവും മുകളിലുള്ള നിങ്ങളുടെ അക്കൗണ്ട് ഐക്കണിൽ മേൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സിൽ ജനറൽ സെറ്റിംഗ് സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായി റെസ്ട്രിക്റ്റഡ് മോഡ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. ഇത് ഓൺ ആക്കുന്നതോടുകൂടി നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ബ്രൗസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി യൂട്യൂബിന്റെ ഉപയോഗം ഉപകാരപ്രദമാക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ളത് ഉപകാരപ്രദമായിട്ടുള്ള നല്ല ചില പ്ലേലിസ്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പ്ലേലിസ്റ്റുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഈ പ്ലേലിസ്റ്റിൽ നിന്നുള്ള ഒരുപാട് വീഡിയോകളായിരിക്കും അവർക്ക് കാണാൻ സാധിക്കുക. അവർ കാണാൻ പാടില്ലാത്തതായ വീഡിയോകൾ അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളത്. യൂട്യൂബിൻ്റെ റെസ്ട്രിക്റ്റഡ് മോഡ്സ് എല്ലാ മെത്തേഡുകളും എല്ലാ ടെക്നിക്കുകളും 100% കിഡ്സ് ഫ്രണ്ട്ലി ഒന്നുമല്ല. ഉദാഹരണമായിട്ട് സേഫ്റ്റി മോഡ്, റെസ്ട്രിക്റ്റഡ് മോഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആൾ അത് ഏജ് റെസ്ട്രിക്റ്റഡ് വീഡിയോ ആക്കിയാൽ മാത്രമേ അതിൻ്റെ കണ്ടീഷനിൽ അത് ഉൾപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫൈനലി ചെറിയ കുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്നുള്ളത് യൂട്യൂബിന് പകരമായി കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന യൂട്യൂബ് ബദലുകളായിട്ടുള്ള വീഡിയോ ചാനലുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, 100% പെർഫെക്റ്റ് ആയിട്ട് യൂട്യൂബിൻ്റെ ഒരു കൺട്രോൾ മെക്കാനിസം ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പാരൻസിൻ്റെ ശ്രദ്ധയും കുട്ടികളുടെ യൂട്യൂബ് ഉപയോഗത്തിന്മേൽ ഉണ്ടായിരിക്കേണ്ടതാണ്.
കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.